ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നല്ല തിരക്കിലാണ്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, August 2. നമ്മളുടെ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ അന്ന് തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇനിയിപ്പോൾ ആരും മറക്കണ്ട. അപ്പോൾ ഞാനൊരു മഴവിൽ ഷേപ്പ് കേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ക്രീം ഇടുന്നത്. പിന്നെ നമ്മളുടെ കളേഴ്സ് ഉണ്ടല്ലോ, ആ കളേഴ്സ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്രീമിനകത്തൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും സെറ്റ് ചെയ്യാം. ആദ്യം വയലറ്റ് കളറാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിലും ഇടണം. രണ്ട് സൈഡിലും വയലറ്റ് കളർ കൊടുക്കുകയാണ്. വയലറ്റ് കഴിഞ്ഞാൽ ശരിക്കും ഇൻഡിഗോ അല്ലേ? ഈ വയലറ്റും ഇൻഡിഗോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കൈ ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് സൈഡിലും. ഈ കേക്ക് മൊത്തം സെയിം ഡിസൈൻ തന്നെയാണ്, നമ്മൾ കളേഴ്സ് മാത്രമേ മാറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബ്ലൂ കഴിഞ്ഞാൽ ഗ്രീനാണ്, ഗ്രീനും സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. ഗ്രീൻ കഴിഞ്ഞാൽ യെല്ലോയും ഞാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചും കൂടെയാണ് ഇനി ഡിസൈൻ ചെയ്യുന്നത്. ഓറഞ്ച് കഴിഞ്ഞാൽ റെഡ് ആണല്ലോ. ഇനിയിപ്പോൾ ഈ കേക്ക് ഫുള്ള് ഞാൻ റെഡും കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഡിസൈനിങ് ഒക്കെ. അങ്ങനെ നമ്മൾ റെയിൻബോ സെറ്റായിട്ടുണ്ട്. ഇനിയും കുറച്ച് മേഘം വേണമല്ലോ, അപ്പോൾ ഞാൻ മേഘം കൂടെ കൊടുക്കുകയാണ് ക്രീമും കൊണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മേഘത്തിൻ്റെ മേളിലൊക്കെ ഒരു ചോക്ലേറ്റ് പേഴ്സൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സിസ്റ്റർ എടുത്തു തന്നെയാണ്. നമുക്കിനി കേക്ക് മുറിക്കാം. അങ്ങോട്ട് ചെല്ലേ. ആ ഒരു ചെറിയ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമ്മളെ കുട്ടിപ്പട്ടാളത്തെ ഒന്ന് കാണാം കേട്ടോ. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഇന്ന് എന്തോ ഫംഗ്ഷൻ? ആരാ നിധി ആൻറ്റി? ആണോ? ഞാൻ ചെറിയമ്മയെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇയാള് പറഞ്ഞേ പൂമ്പ പറഞ്ഞേ ചെറിയമ്മയെ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു ചെറിയമ്മ? പണ്ട് മിണ്ടുമായിരുന്നോ? എന്നിട്ട് ആരോട്? നന്നായോ? ഇത്രയുള്ള നിധി ആൻറ്റിയെ പറ്റി പറയാൻ? മോട്ട നിനക്ക് എന്താ പറയാനുള്ളേ? എന്താ പറയാനുള്ളേ? എടാ ഇങ്ങോട്ട് നോക്കടാ. എങ്ങനെയുണ്ടായിരുന്നു ചെറിയമ്മ? എങ്ങനെയുണ്ടായിരുന്നു? പണ്ട് പാവമായിരുന്നോ? ആ, എങ്ങനെയായിരുന്നു ചെറിയമ്മ? നിങ്ങളെന്തോ പറയായിരുന്നു? എന്തിനു വഴക്ക് പറയുന്നത്? വഴക്കുണ്ടാകുന്നതിന് വഴക്ക് പറയോ? എന്നിട്ട് റൂമിലൊക്കെ കയറ്റുമായിരുന്നോ ചെറിയമ്മയുടെ റൂമിൽ? ഇപ്പോഴോ? എന്തോ കൂട്ടാ? അടുപ്പിക്കത്തില്ല. ഇപ്പോഴോ? എന്നാ മനംമാറ്റം ഉണ്ടായേ? ആണോ? അയ്യോടാ. ഇപ്പൊ എന്നിട്ട് എങ്ങനെയുണ്ട്? ഇപ്പം പാവമാണോ? ഇപ്പോഴും പാവമില്ല. മുറുക്ക പറ. അങ്ങനത്തെ ടൈപ്പാണോ? അപ്പൊ ആണോ? മീഡിയം ടൈപ്പാണോ? ഓക്കെ. അപ്പൊ ഇന്ന് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണോ? അങ്ങനെ പിള്ളേരോട്ടുള്ള ഫണി ടോക്സ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.